ബിസിനസ് രംഗത്തെ കേസുകൾക്കായി ദുബൈയിൽ നൂതന സംവിധാനം. കക്ഷികൾക്ക് കോടതിയിൽ നേരിട്ട് ഹാജരാകാതെ തർക്കം പരിഹരിക്കാൻ അവസരം. തീരുമാനം ദുബൈ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്ററിന്റേത്. ഒമാനിൽ വിദേശികളായ സർക്കാർ ജീവനക്കാർക്ക് വിസ പുതുക്കുന്നതിന് വൈദ്യപരിശോധന നിർബന്ധമാക്കി. പകർച്ചവ്യാധികളുടെ വ്യാപനം തടയൽ ലക്ഷ്യം. ബിസിനസ് രംഗത്തെ കേസുകൾ പരിഹരിക്കാൻ ദുബൈയിൽ നൂതന സംവിധാനം. വാണിജ്യ തർക്കത്തിലെ കക്ഷികൾ വിദേശത്താണെങ്കിൽ പോലും കോടതിയിൽ നേരിട്ട് ഹാജരാകാതെ തർക്കം പരിഹരിക്കാൻ അവസരമൊരുക്കുകയാണ് ദുബൈ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്റർ. വിദേശത്തിരുന്നും ദുബൈയിലെ കേസുകളിൽ ഹാജരാകാൻ സ്മാർട്ട് സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് ദുബൈ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്റർ. DIFC കോടതികളുടെ പരിധിയിൽ വരുന്ന കേസുകളിൽ കക്ഷികൾക്ക് മൊബൈൽ ഫോൺ വഴിയും വ്യവഹാരത്തിൽ പങ്കെടുക്കാം. 5 ലക്ഷം ദിർഹത്തിൽ താഴെയുള്ള തുക സംബന്ധിച്ച തർക്കങ്ങൾക്കാണ് ഈ സംവിധാനം ബാധകമാവുക. Any civil and commercial case where the DIFC courts have jurisdiction can come to the Small Claims Tribunal as long as the amount in question or the value of the case is less than 500,000 dirhams. So that could be anything other than a criminal case. ബിസിനസ് സ്കൈപ്പ് വഴി ആൽഫ ഡാറ്റ കമ്പനിയാണ് ഈ സാങ്കേതികവിദ്യ ഒരുക്കുന്നത്. So Skype for Business is on-prem solutions. So wherein you will actually configure the rights for the individual users. It integrates with the Active Directory locally in the customer's premises, which is also tightly integrated with the video conferencing solutions. ടെലികോൺഫറൻസിംഗിന് പുറമെ കക്ഷികളുടെ വാദം രേഖപ്പെടുത്താനും രേഖകൾ കൈമാറാനും ഇതിൽ സംവിധാനമുണ്ട്. നിലവിലെ നിയമപ്രകാരം തർക്കപരിഹാരത്തിന് മുഴുവൻ കക്ഷികളും കോടതിയിൽ ഹാജരുണ്ടാകണം. പുതിയ സംവിധാനം വരുന്നതോടെ ഈ നിബന്ധന ഇല്ലാതാകും. വാടക തർക്കം, കരാർ തർക്കം എന്നിവയിൽ UAE വിട്ട ശേഷവും പ്രവാസികൾക്ക് കേസ് നടപടികളുമായി മുന്നോട്ടു പോകാമെന്ന സൗകര്യം ഇതിനുണ്ട്. ബിസിനസ് തർക്കങ്ങളിൽ ഞൊടിയിടയിൽ പരിഹാരം കാണാനുള്ള സംവിധാനമാണ് DIFCയിൽ ഒരുക്കിയിരിക്കുന്നത്. DIFC കോടതി മുറിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ഫഹീം മുഹമ്മദ് അലിക്കൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. മിഡിസ്റ്റവർ തുടരുന്നു. സൗദിയിലെ തൊഴിലാളികൾക്കും ആശ്രിതർക്കും നിർബന്ധമായ മെഡിക്കൽ ഇൻഷുറൻസിനുള്ള അപേക്ഷാ ഫോറം ഏകീകരിക്കാൻ കോഓപ്പറേറ്റീവ് ഹെൽത്ത് ഇൻഷുറൻസ് സഭ തീരുമാനിച്ചു. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുന്നതിനും ആവശ്യമായ വൈദ്യപരിചരണം ലഭിക്കാനും ഏകീകരിച്ച അപേക്ഷാ ഫോറം അനിവാര്യമാണെന്ന് അധികൃതർ വിശദീകരിച്ചു. ഇൻഷുർ ചെയ്യുന്നവരുടെ ആരോഗ്യ വിവരങ്ങൾ കൃത്യമായി ഇൻഷുറൻസ് കമ്പനികളെ തൊഴിലാളികൾ നേരിട്ട് അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അപേക്ഷാ ഫോറം ഏകീകരിക്കുന്നതെന്ന് കോഓപ്പറേറ്റീവ് ഹെൽത്ത് ഇൻഷുറൻസ് സഭാ സെക്രട്ടറി ജനറൽ മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ഹുസൈൻ പറഞ്ഞു. കാലപ്പഴക്കമുള്ള പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗത്തെക്കുറിച്ച് ഇൻഷുർ ചെയ്യുന്ന വേളയിൽ കമ്പനികളെ വിവരം അറിയിക്കേണ്ടതുണ്ട്. അർബുദം, ട്യൂമർ, കിഡ്നി രോഗം, ഹൃദ്രോഗം, കരൾ രോഗം എന്നിവയെക്കുറിച്ച് വിവരം നൽകേണ്ടതും ഇൻഷുർ സംഖ്യ കണക്കാക്കുന്നതിന് അനിവാര്യമാണ്. ഇത്തരം വിവരങ്ങൾ സത്യസന്ധമായി നൽകണമെങ്കിൽ ഉപഭോക്താവ് നേരിട്ട് ഫോറം പൂരിപ്പിക്കുന്ന രീതി അനിവാര്യമാണ്. പല ഇൻഷുറൻസ് കമ്പനികളും വിവിധ രൂപത്തിലുള്ള ഫോമുകളാണ് ഉപയോഗിക്കുന്നത്. പലപ്പോഴും ജോലിക്കാർക്ക് വേണ്ടി കമ്പനി അധികൃതരാണ് ഫോമുകൾ ഒന്നിച്ചു പൂരിപ്പിക്കുന്നത്. ഈ സന്ദർഭത്തിൽ വിവരങ്ങൾ കൃത്യമായി നൽകാനാവില്ല. അതിനാലാണ് ഉപഭോക്താവ് നേരിട്ട് ഫോറം പൂരിപ്പിക്കണമെന്ന് അധികൃതർ നിബന്ധന വയ്ക്കുന്നത്. ഇൻഷുറൻസ് കവറേജുള്ള ഒരാൾക്ക് വർഷത്തിൽ പരമാവധി 5 ലക്ഷം റിയാൽ വരെയുള്ള വൈദ്യസേവനം ലഭിക്കാൻ അവകാശമുണ്ട്. വൈദ്യപരിശോധന, ചികിത്സ, മരുന്നുകൾ, ലാബ് പരിശോധനകൾ, എക്സ്റേ, ഗർഭം, പ്രസവം, പ്രതിരോധ കുത്തിവയ്പ്, ആശുപത്രിയിലെ അഡ്മിറ്റ് ചാർജ്, പല്ലിന്റെയും മോണയുടെയും ചികിത്സ എന്നിവ ഇൻഷുറൻസ് കവറേജിൽ ഉൾപ്പെടും. എന്നാൽ കൃത്രിമ പല്ല്, സൗന്ദര്യവർദ്ധക ചികിത്സകൾ എന്നിവ ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും സെക്രട്ടറി ജനറൽ വ്യക്തമാക്കി. അസ്ഹർ പുള്ളിയിൽ, മീഡിയ 1, റിയാദ്. പ്രവാസികൾക്കിടയിൽ ജൈവകൃഷിയും പാരമ്പര്യ നാട്ടുചികിത്സകളും പ്രചരിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഖത്തറിൽ ഈ വർഷവും മലയാളി കൂട്ടായ്മയുടെ സമ്പൂർണ്ണ ജൈവകൃഷി പദ്ധതിക്ക് തുടക്കമായി. കിസാൻ കർമ്മസേനയുടെ മേൽനോട്ടത്തിൽ ഷഹാനിയിലെ അൽദോസരി പാർക്കിലെ കൃഷിയിടത്തിൽ നടന്ന തൈനടലിന് പാർക്കുടമ മുഹമ്മദ് അൽദോസരിയും സ്വദേശി പ്രമുഖരും ചേർന്നാണ് തുടക്കം കുറിച്ചത്. 60ഓളം അംഗങ്ങളുള്ള ഈ മലയാളി കൂട്ടായ്മ കഴിഞ്ഞ വർഷവും ഇവിടെ 30 സെന്റ് സ്ഥലത്ത് കൃഷി ഇറക്കിയിരുന്നു. ഔഷധ സസ്യങ്ങൾ മുതൽ പച്ചക്കറികൾ വരെ 20 ഇനം വിളകളാണ് ഇവർ മരുഭൂമിയിൽ വിളയിച്ചെടുത്തത്. വിജയദശമി പ്രമാണിച്ച് ചൊവ്വാഴ്ച കുവൈത്തിലെ ഇന്ത്യൻ എംബസി അവധിയായിരിക്കുമെന്ന് അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അടിയന്തര പ്രാധാന്യമുള്ള കോൺസുലർ, ലേബർ അറ്റസ്റ്റേഷൻ, ഇമിഗ്രേറ്റ് സേവനങ്ങൾ അവധി ദിനത്തിൽ ലഭ്യമാക്കുമെന്നും എംബസി അറിയിച്ചു. ദോഹയിൽ നിന്ന് ഇന്ത്യൻ നഗരങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് ജെറ്റ് എയർവൈസ് 4 ദിവസത്തെ നിരക്കിളവ് പ്രഖ്യാപിച്ചു. നാളെ മുതൽ ഒക്ടോബർ 14 വരെയുള്ള ദിവസങ്ങളിൽ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് മടക്ക ടിക്കറ്റിന് $14 കുറവ് ലഭിക്കുമെന്ന് ജെറ്റ് എയർവൈസ് അധികൃതർ അറിയിച്ചു. ഓൺലൈൻ വഴിയോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ എടുക്കുന്ന ടിക്കറ്റുകൾക്കാണ് ഇളവ് ബാധകമാകുക.
ഇന്ത്യക്ക് പുറമെ മറ്റ് സാർക്ക് ഏഷ്യൻ രാജ്യങ്ങളിലേക്കും നിരക്കിളവ് ലഭ്യമായിരിക്കുമെന്ന് ജെറ്റ് എയർവേസ് ഖത്തർ ജനറൽ മാനേജർ അനിൽ ശ്രീനിവാസൻ അറിയിച്ചു. ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന അസഹിഷ്ണുതയ്ക്കും വർഗീയവൽക്കരണത്തിനുമെതിരെ ഐക്യനിര കെട്ടിപ്പടുക്കണമെന്ന IMI സലാല സംഘടിപ്പിച്ച പ്രവാസി സൗഹൃദ സംഗമം ആവശ്യപ്പെട്ടു. IMI ഹാളിൽ നടന്ന പരിപാടി ഓർത്തഡോക്സ് സഭാവികാരി ഫാദർ ജോസ് ചെമ്മൺ ഉദ്ഘാടനം ചെയ്തു. സൗഹാർദ്ദത്തിന്റെയും സഹവർത്തത്തിന്റെയും മഹത്തായ പാരമ്പര്യമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. മാനവിക മൂല്യങ്ങളുടെ പ്രചരണം ഓരോരുത്തരും സ്വയം ബാധ്യതയായി ഏറ്റെടുക്കണമെന്ന് ഫാദർ ജോസ് ചെമ്മൺ പറഞ്ഞു. പണത്തിനും അധികാരത്തിനും വേണ്ടി ഇന്ത്യൻ ജനതയുടെ ഒരു തലമുറയെ ആകെ വിഷാണുക്കൾ പ്രവേശിപ്പിച്ച് വർഗീയതയുടെ മതമാത്സര്യത്തിന്റെ വിഷാണുക്കൾ പ്രവേശിപ്പിച്ച് നശിപ്പിച്ച ഒരു വർഗമുണ്ട് ഈ രാജ്യത്ത്. അവരിൽ നിന്ന് മോചനം നേടി അല്ലാതെ ഇന്ത്യ രാജ്യത്തിന് മോചനം ഉണ്ടാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. IMI സലാല സംഘടിപ്പിച്ച സമാധാനം മാനവികത ക്യാമ്പയിന്റെ ഭാഗമായാണ് പ്രവാസി സംഗമം നടന്നത്. പരിപാടിയിൽ കെ ഷൗക്കത്ത് അലി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനാ ഭാരവാഹികളായ ഡോക്ടർ നിഷ്താർ, ശ്രീകുമാരൻ നായർ, ജോളി രമേശ്, CP ഹാരിസ് എന്നിവർ സംസാരിച്ചു. മഹാത്മാഗാന്ധി അനുസ്മരണത്തോടെ ആരംഭിച്ച പരിപാടിയിൽ സലാലയിൽ സാമൂഹ്യ സേവന രംഗത്തും മറ്റും അതുല്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന KS മുഹമ്മദ് അലി, K സനാതനൻ, UP ശശീന്ദ്രൻ, KJ ജോർജ്, രാമചന്ദ്രൻ, ഹുസൈൻ കാച്ചിലോടി എന്നിവരെ ആദരിച്ചു. സംഗമത്തിൽ KP അർഷദ് സ്വാഗതവും അബ്ദുള്ള മുഹമ്മദ് നന്ദിയും പറഞ്ഞു. മീഡിയ 1 സലാല. രോഗി പരിചരണം ലക്ഷ്യമാക്കി ബുറൈദയിൽ പ്രവർത്തിക്കുന്ന അലിഫ് ചാരിറ്റബിൾ ട്രസ്റ്റ് വോളിബോൾ വടംവലി മത്സരങ്ങൾ സംഘടിപ്പിച്ചു. കസീം പ്രവിശ്യയിലെ പ്രവാസി സംഘടനകളുടെ സഹായത്തോടെ സംഘടിപ്പിച്ച മത്സരങ്ങൾ വീക്ഷിക്കാൻ നിരവധി പേരാണ് എത്തിയത്. നിരാലംബരായ ക്യാൻസർ, കിഡ്നി രോഗികൾക്ക് സ്വാതന്ത്ര്യം പകരുന്നതിനും റിലീഫ് പ്രവർത്തനങ്ങൾക്കും ധനസമാഹരണം ലക്ഷ്യമാക്കിയാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. അഡ്വക്കേറ്റ് MA സലാം ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ബഷീർ ഒതായി അധ്യക്ഷനായിരുന്നു. ഇക്ബാൽ പള്ളിമുക്ക് ആശംസ അർപ്പിച്ച് സംസാരിച്ചു. ആവേശകരമായ വോളിബോൾ ടൂർണമെന്റിൽ 8 ടീമുകൾ പങ്കെടുത്തു. ഫൈനലിൽ ടീം വർക്ക് കണ്ണൂരിനെ പരാജയപ്പെടുത്തി കാക്ക ഗോയ്സ് മാംഗ്ലൂർ ചാമ്പ്യന്മാരായി. വടംവലി മത്സരത്തിൽ 12 ടീമുകൾ പങ്കെടുത്തു. ആവേശകരമായ മത്സരത്തിൽ കൂർഗ് കർണാടക ടീം വിജയികളായി. വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് അവാർഡും ആകർഷകമായ സമ്മാനങ്ങളും വിതരണം ചെയ്തു. നിരവധി സംഘടനാ നേതാക്കളും സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും സമാപന ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ 1 റിയാദ്. റിയാദിലെ ഫോട്ടോഗ്രാഫർമാരുടെ കൂട്ടായ്മയായ ഷുഡ്ര അറബിയും റിയാദ് ടാക്കീസും സംയുക്തമായി ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ നാടൻ മത്സരങ്ങളും കലാപരിപാടികളും ഒരുക്കിയിരുന്നു. പൊന്നോണം 2016 എന്ന പേരിൽ ഷിഫയിലെ ലുലു ഇസ്രാഹയിൽ ഓണസദ്യയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ഉറി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പ്രത്യേക പൂക്കളം ഒരുക്കിയിരുന്നു. അജിത് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സാംസ്കാരിക സമ്മേളനം NRK ജനറൽ കൺവീനർ ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സൂരജ് പാണയിൽ, ഇസ്ഹാഖ് VP, ഷിബു പത്തനാപുരം, ബഷീർ പാങ്ങോട്ട്, അലി ആലുവ തുടങ്ങിയവർ സംസാരിച്ചു. 3 പതിറ്റാണ്ട് കാലത്തെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് ബാലചന്ദ്രൻ നായരെ ചടങ്ങിൽ ആദരിച്ചു. അഭിലാഷ് മാത്യു സ്വാഗതവും അൻവർ സാദിഖ് നന്ദിയും പറഞ്ഞു. ഷാൻ പരീദ്, ജലീൽ കൊച്ചിൻ, അജിത് കുമാർ, സുരേഷ് കുമാർ, ലിൻസി ബേബി എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും അരങ്ങേറി. വടംവലി മത്സരത്തിൽ മലാസ് ബ്രദേഴ്സ് ജേതാക്കളായി. പരിപാടികൾക്ക് ഷൈജു പച്ച, ഡൊമിനിക് സാവിയോ, അനിൽകുമാർ തമ്പുരു, നവാസ് ഓഫീസ് എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 റിയാദ്. തന്ത്രിവാദ്യങ്ങളുടെ മാതാവാണ് വീണ. വീണവാദനത്തിലൂടെ ശാസ്ത്രീയ സംഗീതാസ്വാദകരുടെ മനം കവരുകയാണ് കുവൈത്തിൽ ഒരു വീട്ടമ്മ. എംബസി പരിപാടികൾ ഉൾപ്പെടെ നിരവധി വേദികളിൽ കച്ചേരികൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഷിജിത രാജേഷ് എന്ന ഈ പ്രവാസി കുടുംബിനി. കേരളത്തിലും പുറത്തും നിരവധി സംഗീത കച്ചേരികൾ അവതരിപ്പിച്ച അനുഭവ സമ്പത്തുമായാണ് 7 വർഷം മുമ്പ് ഷിജിത ടീച്ചർ കുവൈത്തിലെത്തിയത്. ഇന്ന് കുവൈത്തിലെ ശാസ്ത്രീയ സംഗീത സദസ്സുകൾക്ക് സുപരിചിതയാണ് ഈ വീട്ടമ്മ. നവരാത്രി കാലമായതോടെ കച്ചേരികളുടെയും അരങ്ങേറ്റങ്ങളുടെയും തിരക്കിലാണിവർ. വീണ ഒരു മെയിൻ ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. കുറച്ച് ബുദ്ധിമുട്ടാണ് ആൾക്കാരുടെ ഇടയിൽ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ പ്രാധാന്യം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവരെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ സ്വദേശിനിയായ ഷിജിത സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നിന്നാണ് ഗാനഭൂഷണവും ഗാനപ്രവീണയും പാസ്സായത്. തുടർച്ചയായി 3 വർഷം സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ വിധികർത്താവായി ഇരുന്നിട്ടുണ്ട്.
ഭർത്താവ് രാജേഷിനും മക്കൾക്കുമൊപ്പം അബ്ബാസിയിൽ താമസിക്കുന്ന ഇവർ പ്രവാസ ജീവിതത്തിനിടയിൽ 50-ലേറെ കുട്ടികൾക്കാണ് വീണാവാദനത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകിയത്. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ 130-ാം ശാഖ മസ്കത്തിലെ അൽ മബേലയിൽ തുറന്നു. ഗതാഗത വാർത്താവിനിമയ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി സാലിം ബിൻ മുഹമ്മദ് അൽ ഐമി ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും സ്വദേശി ബിസിനസ് സമൂഹത്തിലെ പ്രമുഖർക്കുമൊപ്പം ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി, MA ഒമാൻ ആൻഡ് ഇന്ത്യ ഡയറക്ടർ AV ആനന്ദ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. സാമ്പത്തിക മാന്ദ്യത്തെ ഭയപ്പെടാതെ ലുലു ഗ്രൂപ്പിന്റെ വിപുലീകരണ പദ്ധതികളുമായി മുന്നോട്ടു പോകുമെന്ന് MA യൂസഫ് അലി പറഞ്ഞു. ഇതോടെ ഇന്നത്തെ മിഡീസ്റ്റ് അവർ സമാപിക്കുകയാണ്. ഇനി സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംപ്രേഷണം കാണാം. ശുഭരാത്രി.